ലഹരി മാഫിയ മലയാള സിനിമയെ അവരുടെ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭം ലഹരി കച്ചവടത്തിലൂടെ ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗം മാത്രമല്ല, വിപണനവും വലിയ തോതിൽ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ മലയാള സിനിമയ്ക്ക് 1260 കോടി രൂപയാണ് നഷ്ടം. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്, അതിനകത്ത് ഈ 5-10 കോടി രൂപ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ 10 കോടി രൂപയ്ക്ക് പകരം 50-100 കോടി രൂപ ലഹരി വിൽപ്പനയാണ് ഒരു ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള സംഘങ്ങളാണ് മലയാള സിനിമ ഇപ്പൊ പിടിമുറുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും ഇപ്പൊ പിടിച്ച ഈ കാലിദ് റഹ്മാനോ അല്ലെന്നുണ്ടെങ്കിൽ അഷഫനോ ഒന്നും ഒരു കാരണവശാലും യാതൊരു കൂസലുമില്ലല്ലോ. അവര് വളരെ പച്ചയായിട്ട് പറയല്ലേ, ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു. എക്സൈസുകാർ എന്ന് പറയുന്നു, സമീർ താഹിറിന്റെ റൂമിൽ അതൊരു ഹബ്ബായി മാറിയിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന നടന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇതേ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഫ്ളാറ്റുകളുള്ള നടന്മാരുടെ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ആ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഹബ്ബ് ആയിരുന്നോ ആ സമീർ താഹിറിന്റെ റൂമെന്നും, അതേപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നോക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ്.